ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ ഏതാനും ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ: The ratio of volume of voids to the total volume of soil is known as. Options: degree of saturation, porosity, air content, void ratio. Answer is option B, porosity. ഇത് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് സോയിലിൻ്റെ 3 phase ഡയഗ്രത്തെ കുറിച്ച് നോക്കാം. സോയിലിൻ്റെ 3 phase ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിലിൽ മെയിനായിട്ട് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് സോളിഡ്സ്, പിന്നെ വാട്ടർ, പിന്നെ എയർ. അപ്പോൾ ഇതിൻ്റെ കാണിക്കുന്നൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് 3 phase ഡയഗ്രം. ഇനി നമുക്ക് വി ടി എന്ന് പറയുന്നത് സോയിലിൻ്റെ ടോട്ടൽ വോള്യൂം ആയിട്ട് എടുക്കുക. അപ്പോൾ അതിൽ വി എ എന്ന് പറയുന്നത് എയറിൻ്റെ വോള്യവും, വി ഡബ്ല്യു എന്ന് പറയുന്നത് വാട്ടറിൻ്റെ വോള്യവും, വി എസ് എന്ന് പറയുന്നത് സോളിഡ്സിൻ്റെ വോള്യവും ആണ്. ഇനി വി എ പ്ലസ് വി ഡബ്ല്യു പ്ലസ് വി എസ് ഈക്വൽ ടു ടോട്ടൽ വോള്യൂം വി ടി. ഇനി വി എ ആൻഡ് വി ഡബ്ല്യു കമ്പൈൻസ് ടു ഫോം വോള്യൂം ഓഫ് വോയിഡ്സ്. അതായത് വോയിഡ്സിലായിരിക്കും എപ്പോഴും വാട്ടറും എയറും കാണപ്പെടുന്നത്. അതുകൊണ്ട് അതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് വോള്യൂം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നു. ഇത് നമുക്ക് ഓരോ പാരാമീറ്റേഴ്സും നോക്കാം. ഫസ്റ്റ് വൺ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് വെച്ചിട്ടാണ് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു വോള്യൂം ഓഫ് വാട്ടർ ടു ദി വോള്യൂം ഓഫ് വോയിഡ്സ്. അതായത് ടോട്ടൽ വോയിഡ്സിൽ എത്രത്തോളം വാട്ടർ ഫില്ല് ചെയ്ത് കിടക്കുന്നുണ്ട് അതിനെ പറയുന്ന പേരാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അല്ലെങ്കിൽ എസ്. ഇനി അതിൻ്റെ കൂടെ തന്നെയുള്ള വേറൊരു ടേമാണ് എയർ കണ്ടൻറ്റ് എ സി. എയർ കണ്ടൻറ്റ് എ സി. എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോള്യൂം ഓഫ് എയർ ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് വോയിഡ്സ്. അതായത് ടോട്ടൽ വോള്യൂം ഓഫ് വോയിഡ്സിൽ എത്രത്തോളം എയർ ഫില്ല് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇനി എപ്പോഴും എസ് പ്ലസ് എ സി, അതായത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ പ്ലസ് എയർ കണ്ടൻറ്റ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇതൊരു ബേസിക് റിലേഷനാണ്. ഓക്കെ. ഇനി അടുത്ത 2 പാരാമീറ്റേഴ്സാണ് പൊറോസിറ്റി ആൻഡ് വോയിഡ് റേഷ്യോ. ഇതിൽ പൊറോസിറ്റി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻ വെച്ചിട്ടാണ്, സ്മോൾ ലെറ്റർ എൻ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോള്യൂം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോള്യൂം, അതാണ് പൊറോസിറ്റി. ഇനി വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോള്യൂം ഓഫ് വോയിഡ്സ് ടു വോള്യൂം ഓഫ് സോളിഡ്സ്. അതായത് വോള്യൂം ഓഫ് വോയിഡ്സും വോള്യൂം ഓഫ് സോളിഡ്സും തമ്മിലുള്ള റേഷ്യോ ആണ് വോയിഡ് റേഷ്യോ. ഇനി വോയിഡ് റേഷ്യോയും പൊറോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എൻ ഇസ് ഈക്വൽ ടു പൊറോസിറ്റി എൻ ഇസ് ഈക്വൽ ടു വോയിഡ് റേഷ്യോ ഡിവൈഡഡ് ബൈ 1 പ്ലസ് വോയിഡ് റേഷ്യോ. അതായത് എൻ ഈക്വൽ ടു ഇ പ്ലസ് 1 ബൈ ഇ ബൈ 1 പ്ലസ് ഇ. Okay. Question: The most accurate method for determination of water content in the laboratory is. Options: oven drying method, sand bath method, calcium carbide method, pycnometer method. Answer is oven drying method. Water content കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള 2 ലബോറട്ടറി മെത്തേഡ്സാണ് പൈക്നോമീറ്റർ മെത്തേഡും ഓവൻ ഡ്രൈയിങ് മെത്തേഡും. ഇതിൽ ഓവൻ ഡ്രൈയിങ് മെത്തേഡാണ് മോസ്റ്റ് അക്യുറേറ്റ് മെത്തേഡ്. കാരണം വാട്ടറിൻ്റെ മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ് വാല്യൂ നമുക്ക് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് വെച്ചിട്ടാണ് കിട്ടുന്നത്. ഇനി സാൻഡ് ബാത്ത് മെത്തേഡും അതുപോലെ തന്നെ കാൽസ്യം കാർബൈഡ് മെത്തേഡും. ഓപ്ഷൻസ് ബി ആൻഡ് സി ആർ ഫീൽഡ് മെത്തേഡ്. അതായത് വാട്ടർ കണ്ടൻറ്റ് നമുക്ക് ഫീൽഡിൽ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡുകളാണ്. ഈ ലബോറട്ടറി മെത്തേഡിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് 24 hours കഴിഞ്ഞിട്ടേ റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷേ ഫീൽഡിൽ നമുക്ക് വാട്ടർ കണ്ടന്റ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഇത്രയും സമയം കാത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് സാൻഡ് ബാത്ത് മെത്തേഡും അതുപോലെ തന്നെ കാൽഷ്യം കാർബൈഡ് മെത്തേഡും. ഇതിൽ അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് കാൽഷ്യം കാർബൈഡ് മെത്തേഡാണ്. അതായത് സാൻഡ് ബാത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കാൽഷ്യം കാർബൈഡ് മെത്തേഡാണ് അക്യുറേറ്റ് മെത്തേഡ്. കാൽഷ്യം കാർബൈഡ് മെത്തേഡിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം കാർബൈഡ് CaC2 plus H2O combines to form acetylene gas C2H2 ഗ്യാസ് ഫോം ചെയ്യും. ഈ ഗ്യാസ് ഫോം ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷർ വെച്ചിട്ടാണ് നമ്മൾ വാട്ടർ കണ്ടൻറ്റ് എത്ര എന്നുള്ളത് ഫീൽഡിൽ കണ്ടെത്തുന്നത്. അപ്പോൾ ഇതൊരു റാപ്പിഡ് മെത്തേഡാണ്, ക്വിക്ക് മെത്തേഡാണ്. ഇതിന് വേണ്ടിയിട്ട് ഈ പ്രഷർ വെച്ചിട്ട് നമ്മൾ വാട്ടർ കണ്ടൻറ്റ് കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് മോയ്സ്ചർ ടെസ്റ്റർ. ഓക്കെ, മോയ്സ്ചർ ടെസ്റ്റർ. അപ്പോൾ ഈ മെത്തേഡിനെ കുറിച്ചൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഫീൽഡിൽ നമ്മൾ വാട്ടർ കണ്ടന്റ് ഡിറ്റർമിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കാൽഷ്യം കാർബൈഡ് മെത്തേഡ്, അതുപോലെ തന്നെ സാൻഡ് ബാത്ത് മെത്തേഡ്. Question: dry density of soil is equal to options: mass of solids to the volume of solids, mass of solids to the total volume of soil, mass of soil to the total volume of solids, none of the above. Answer is option B, mass of solids to the total volume of soil. ഓക്കെ, ഇനി ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമ ഡി അല്ലെങ്കിൽ റോ ഡി എന്നും ഒക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ദാറ്റ് ഈസ് മാസ് ഇൻ ഡ്രൈ സ്റ്റേറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യൂം ഓഫ് സോയിൽ. നമുക്കറിയാം ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ വോള്യൂം ആണല്ലോ. ഇനി ഡ്രൈ സ്റ്റേറ്റിൽ സോളിഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മാസ് ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യൂം ഓഫ് സോളിഡ്സ് ആണ് ഡ്രൈ ഡെൻസിറ്റി ഓഫ് സോയിൽ. ഇനി വേറെ രണ്ട് ഡെൻസിറ്റിയാണ് ബൾക്ക് ഡെൻസിറ്റി ആൻഡ് സാച്ചുറേറ്റഡ് ഡെൻസിറ്റി. ഇതിൽ ബൾക്ക് ഡെൻസിറ്റി എന്താ, സാച്ചുറേറ്റഡ് ഡെൻസിറ്റി എന്താ നോക്കാം. ബൾക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ, നമ്മൾ സോയിൽ എപ്പോഴാണോ ടെസ്റ്റ് ചെയ്യുന്നത് അത് ചിലപ്പോൾ ഫുള്ളി സാച്ചുറേറ്റഡ് ആവാം, പാർഷ്യലി സാച്ചുറേറ്റഡ് ആവാം. ഏത് സമയത്താണോ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോഴുള്ള സോയിലിൻ്റെ വെയിറ്റ്, മാസ് ഓഫ് സോയിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യൂം ഓഫ് സോയിൽ, അതാണ് ബൾക്ക് ഡെൻസിറ്റി. ഇനി സാച്ചുറേറ്റഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സോയിൽ ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷനുള്ള മാസ്, അതായത് മാസ് ഓഫ് ഫുള്ളി സാച്ചുറേറ്റഡ് soil, fully saturated divided by total volume of soil. ഈ ഡെൻസിറ്റിനെ പറയുന്നതാണ് സാച്ചുറേറ്റഡ് ഡെൻസിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. ഇൻ എ വെറ്റ് സോയിൽ ഓഫ് മാസ്, air occupies 1/6 of its total volume and water occupies 1/3 of its total volume. The void ratio of the soil is options 1, 0.25, 1.5, 0.5. നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യനിൽ കുറച്ച് ഇക്വേഷൻ എഴുതുകയുണ്ടായി. ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. നമുക്കറിയാം വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് E is equal to volume of voids divided by volume of solids. ഇനി ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് 3 phase ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കാം. എപ്പോഴും ഇതുപോലത്തെ ക്വസ്റ്റ്യന് 3 phase ഡയഗ്രാം വരച്ചിട്ട് സോൾവ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഈസി. സോളിഡ്സ്, വാട്ടർ, എയർ, എയർ, വാട്ടർ, സോളിഡ്, VA, VW, VS. ഇനി അവർ പറഞ്ഞിട്ടുള്ളത് VA is equal to ടോട്ടൽ വോള്യത്തിൻ്റെ 1/6 ആണ്, അതായത് VT/6. VW എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വോള്യത്തിൻ്റെ 1/3 ആണ്, ദാറ്റ് ഈസ് VT/3. സോ നമുക്ക് ഇതിന്ന് വോള്യൂം ഓഫ് വോയിഡ്സ് എത്രയാണെന്ന് കാണാം. VV ഈക്വൽ ടു VT/6 പ്ലസ് VT/3, ദാറ്റ് ഈസ് ഈക്വൽ ടു VT/3.
2. ഇത് നമുക്കറിയാം വോള്യൂം ഓഫ് വോയിഡ്സ് പ്ലസ് വോള്യൂം ഓഫ് സോളിഡ്സ് ഈക്വൽ ടു ടോട്ടൽ വോള്യൂം. സോ again volume of solids is equal to Vt minus Vv, that is Vt minus Vt by 2 equal to Vt by 2. Simple mathematics. ഇനി നമുക്കറിയാം വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് വോള്യൂം ഓഫ് വോയിഡ്സ് ഡിവൈഡ് ബൈ വോള്യൂം ഓഫ് സോളിഡ്സ്. വോള്യൂം ഓഫ് വോയിഡ്സ് Vt by 2 and volume of solids also Vt by 2. So answer is 1. Option A 1 will be the answer for this question. ഇനി നമുക്ക് porosity കൂടി ചെക്ക് ചെയ്യാം, എത്രയാണെന്ന് നോക്കാം. N is equal to volume of voids to total volume, which is equal to Vt by 2 divided by Vt, which is equal to 0.5. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്ഷനിൽ 0.5 ഉണ്ട്, അതുപോലെ തന്നെ 1 ഉണ്ട്. നമ്മൾ വോയിഡ് റേഷ്യോക്ക് പകരം പോറോസിറ്റി കണ്ടെത്തിയാൽ നമ്മൾ ഓപ്ഷൻ ഡി ആയിരിക്കും ക്ലിക്ക് ചെയ്യുക, പക്ഷേ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A soil has a specific gravity of 2.6, void ratio of 0.78. The water content required to fully saturate the soil at that ratio will be. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് SE is equal to WG. ഇത് സോയിൽ മെക്കാനിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ പഠിക്കാൻ നമുക്കൊരു എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിക്കറ്റ് പ്ലെയർ സെവാഗിനെ ഓർത്താൽ മതി. സെവാഗ്. ഓക്കെ, ഇതിൽ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, ഇ വോയിഡ് റേഷ്യോ, അതുപോലെ തന്നെ ഡബ്ല്യു വാട്ടർ കണ്ടന്റ്, ജി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ്സ്. ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഫുള്ളി സാച്ചുറേറ്റ് മീൻസ് എസ് ഇസ് ഈക്വൽ ടു 100% or S equal to 1. ഇനി വോയിഡ് റേഷ്യോ 0.78 ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി 2.6. ഇനി ഇത് വെച്ചിട്ട് W കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതായത് വാട്ടർ കണ്ടന്റ്. W is equal to SC by G, which is equal to S is 100 into 0.78 divided by 2.6, that is 78 divided by 2.6 equal to 30%. എപ്പോഴും നമ്മൾ വാട്ടർ കണ്ടന്റ് അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇതൊക്കെ പെർസെൻറ്റേജിൽ റെപ്രസെൻ്റ് ചെയ്യും. പക്ഷേ വോയിഡ് റേഷ്യോയും പൊറോസിറ്റിയും നമ്മൾ റേഷ്യോ, അതായത് ഡെസിമൽ ബേസിസിലാണ് റെപ്രസെൻ്റ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ ബി 30%. നമ്മൾ ഓർത്ത് വെക്കേണ്ട ഫോർമുല സെവാഗ്, SE is equal to WG. ഓക്കെ.